ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? ഉത്തരം സ്വരൂപ് റാണി. ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെ? ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം അണക്കെട്ടുകളെ. നെഹ്റു അന്തരിച്ചത് എന്ന്? നെഹ്റു അന്തരിച്ചത് എന്ന്? ഉത്തരം 1964 മെയ് 27. നെഹ്റുവിൻ്റെ സഹോദരിമാരുടെ പേരെന്ത്? നെഹ്റുവിൻ്റെ സഹോദരിമാരുടെ പേരെന്ത്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹരി സിംഗ്. ഋതുരാജനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഋതുരാജനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റു ലിറ്ററസി അവാർഡ് ആദ്യമായി നേടിയ ഇന്ത്യൻ വനിത ആര്? നെഹ്റു ലിറ്ററസി അവാർഡ് ആദ്യമായി നേടിയ ഇന്ത്യൻ വനിത ആര്? ഉത്തരം മദർ തെരേസ. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത്? നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത്? ഉത്തരം ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ലോക ശിശുദിനം എന്നാണ്? ലോക ശിശുദിനം എന്നാണ്? ഉത്തരം നവംബർ 20. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏത്? ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏത്? 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേരെന്ത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേരെന്ത്? ഉത്തരം കമല നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ വിളിക്കുന്ന പേരെന്ത്? ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം ചാച്ചാജി. നെഹ്റു കാംബ്രിഡ്ജിലെ ഏത് കോളേജിൽ നിന്നുമാണ് ബിരുദമെടുത്തത്? നെഹ്റു കാംബ്രിഡ്ജിലെ ഏത് കോളേജിൽ നിന്നുമാണ് ബിരുദമെടുത്തത്? ഉത്തരം ട്രിനിറ്റി കോളേജ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേരെന്ത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേരെന്ത്? ഉത്തരം ഇന്ദിരാഗാന്ധി. നെഹ്റു അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വർഷം ഏത്? നെഹ്റു അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1912. നെഹ്റു അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സ്ഥലം ഏത്? നെഹ്റു അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം അലഹബാദ്. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻ ഓട്ടോബയോഗ്രഫി. നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏത്? നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലക്നൗ സമ്മേളനം 1916. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ചാച്ചാജി ആർക്കയച്ച കത്തുകളുടെ സമാഹാരമാണ്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ചാച്ചാജി ആർക്കയച്ച കത്തുകളുടെ സമാഹാരമാണ്? ഉത്തരം ഇന്ദിരാഗാന്ധിക്ക്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. നെഹ്റു തൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്ക്?
നെഹ്റു തൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്ക്? ഉത്തരം കമല നെഹ്റുവിന്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ? ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ? ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ.